റോഡ് നിർമ്മാണത്തിൽ രാഷ്ട്രീയ വിവേചനമെന്ന പരാതി. തന്റെയും തന്റെ തറവാടിന്റെയും വീടൊഴിവാക്കിയതായാണ് കോൺഗ്രസ് നേതാവിന്റെ പരാതി നിഷേധിച്ച് പഞ്ചായത്ത് അധികൃതർ. കാവശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡ് വക്കീൽപ്പടിയിലെ കോക്രാട് കനാൽ ബണ്ട് റോഡാണ് വിവാദത്തിനിടയാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എതിർ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതിന്റെ പേരിൽ തന്റെ വീട്ടിലേക്കുള്ള റോഡ് 50 മീറ്റർ ഒഴിവാക്കിയെന്നാണ് അബ്ദുൾ ഹസന്റെ പരാതി. കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡ് മൂപ്പുപറമ്പിൽ വക്കീൽപ്പടി കോക്രാട് കനാൽ ബണ്ട് റോഡ് കഴിഞ്ഞ ദിവസം പണി പൂർത്തിയാക്കി MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് 10 ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ 2020-21 കാലയളവിൽ റൂർബൻ മിഷൻ ഫണ്ട്, കേന്ദ്ര റൂർബൻ മിഷൻ ഫണ്ട് ഉപയോഗിച്ച് 24 ലക്ഷം രൂപ വകയിരുത്തി ഫണ്ട് ലാപ്സാക്കി കളഞ്ഞ് കാവശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൊതുജനങ്ങളുടെ നിരന്തര ആവശ്യത്തെ തുടർന്ന് വീണ്ടും 10 ലക്ഷം രൂപ വകയിരുത്തി MLA ഫണ്ട് ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ ഈ 2 വീട് ഒഴികെ ഞാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു വ്യക്തിയാണ്. എനിക്കെതിരെ നിലവിലെ മെമ്പറിനെതിരെ മത്സരിച്ചു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ 2 വീടിൻ്റെ മുന്നിലുള്ള ഭാഗം മാത്രം ഒഴിവാക്കിക്കൊണ്ടാണ് നിലവിൽ കോൺക്രീറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇത് വലിയ നീതി നിഷേധമാണ്. നമുക്കറിയാം, ഈ വക്കീൽപ്പടി കനാൽ ബണ്ട് റോഡ് എന്ന് പറയുന്നത് വക്കീൽപ്പടി ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്ന സ്ഥലമാണ്. ഈ കോൺക്രീറ്റ് ചെയ്ത എല്ലാ വീടുകളും ബസ് ഇറങ്ങിയിട്ട് മെയിൻ റോഡിൽ നിന്ന് വരുമ്പോൾ ഇതിന് മുന്നിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഈ ഭാഗം ഒഴിവാക്കുമ്പോൾ തീർത്തും ഒരു അശാസ്ത്രീയമായിട്ടുള്ള പ്രവൃത്തി കൂടിയാണ്. ഏറ്റവും കൂടുതൽ ചളിവെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രദേശമായതിനാൽ എത്രയും പെട്ടെന്ന് അധികാരികൾ നടപടിയെടുക്കേണ്ടതുണ്ട്. ഇതിന് ഒരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ പണി പൂർത്തീകരിച്ച് നടപടിയെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. മന്ത്രിക്കും ജില്ലാ കളക്ടർക്കും ഹസൻ പരാതി നൽകിയിരിക്കുകയാണ്. എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോൾ അബ്ദുൾ ഹസന്റെ വീടിന്റെ ചുറ്റുമതിൽ 150 മീറ്റർ എന്ന് രേഖപ്പെടുത്തുകയും മുന്നിലുണ്ടായിരുന്ന വൈദ്യുതക്കാൽ മാറ്റി സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ MLA ഫണ്ടിൽ നിന്നും തുക വകയിരുത്തി പണി ആരംഭിച്ചതോടെ ഈ 2 വീടുകളും ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് അബ്ദുൾ ഹസൻ പരാതിപ്പെടുന്നത്. അതേസമയം PP സുമോദ് MLAയുടെ ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ റോഡ് നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നുവെന്നും നിർമ്മാണ കരാറുകാർ ഫണ്ട് കണക്കാക്കി ദൂരം കുറച്ചതാണെന്നുമാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K രജനീഷ് പറയുന്നത്. ഇത് 2024-25 PP സുമോദ് തരൂർ MLAയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് കാവശ്ശേരി പഞ്ചായത്തിനകത്ത് 10 ലക്ഷം രൂപ വീതം 3 റോഡുകൾ അന്ന് MLA ഇടപെട്ട് തന്നിരുന്നു. അതിലൊന്നാണ് കോക്രാട് കൊറ്റങ്കോട് റോഡ്, രണ്ടാമത്തെ റോഡ് കല്ലേപ്പള്ളി വടക്കുമുറി റോഡാണ്, മൂന്നാമത് തെന്നിലാപുരത്തെ ഒരു റോഡ്. അങ്ങനെ 3 റോഡാണ് നമുക്ക് തന്നത്. ഈ റോഡ് എസ്റ്റിമേറ്റ് എടുക്കാൻ നമ്മൾ പോയിരുന്നു. അന്ന് ഞാനും അതിൻ്റെ ഭാഗമായിട്ടെല്ലാം തന്നെ സജീവമായി നിന്നതാണ്. ഈ റോഡ് ഏതാണ്ട് 175 മീറ്റർ നീളം, 180ൻ്റെ അടുത്ത് നീളം ഉണ്ടായിരുന്നു. 7.5 മീറ്ററോളം വീതി ഇത് ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നിലവിൽ 10 ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് വെച്ചപ്പോൾ സിൽക്കി എന്ന് പറയുന്ന ഏജൻസി 132.8 മീറ്റർ ചെയ്യാൻ കഴിയൂ എന്നാണ് അവർ നമ്മളോട് പറഞ്ഞത്. ഭരണസമിതിയും പഞ്ചായത്തും വാർഡ് മെമ്പറുടെ നിർദ്ദേശാനുസരണം ഇടപെട്ടതിൻ്റെ ഭാഗമായി ഇപ്പോൾ 140-ൽ കൂടുതൽ മീറ്റർ അത് റോഡ് പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് രാഷ്ട്രീയപരമായി പകപൂക്കലാണ് എന്ന രൂപത്തിൽ വലിയ വാർത്തകളെല്ലാം തന്നെ വരുന്ന സ്ഥിതി ഉണ്ടായി. അടിസ്ഥാനപരമായിട്ട് തെറ്റാണ്. ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ അവനവൻ്റെ വീട്ടിലേക്ക് വരേണ്ട വഴിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ റോഡിൻ്റെ ഇരുവശങ്ങളിലുള്ള ഒരാൾക്കുമില്ലാത്ത പരാതി, സ്വയം നാട്ടിനകത്ത് വലിയ പ്രയാസവും പരാതി ഉണ്ട് എന്ന് സ്വയം പരാതി ചമച്ചുകൊണ്ട് വലിയ വാർത്ത കൊടുത്തുകൊണ്ട് വികസനത്തിന് അവമതിപ്പുണ്ടാകുന്ന രീതിയിൽ ഉള്ള പ്രവർത്തനം അവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ വസ്തുത അവിടെ നാട്ടുകാരോട് ചോദിച്ചാൽ കുറച്ചുകൂടി കൂടുതലായിട്ട് അറിയും. റോഡ് അളന്ന് 10 ലക്ഷം രൂപയ്ക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിയപ്പോൾ അനുവദിച്ച സംഖ്യ, GST, ഏജൻസിയുടെ സെന്റേജ് എന്നിവ കുറിച്ചുള്ള 132.5 മീറ്ററാണ് കാണുന്നത്. ഇത് 150 മീറ്ററാക്കി ബാക്കി വരുന്ന ഭാഗങ്ങൾ പഞ്ചായത്തിന്റെ അടുത്ത വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാണ് തീരുമാനമെന്നും ഇത് മറ്റു വീട്ടുകാരെല്ലാം സമ്മതിച്ചതാണെന്നും 10-ാം വാർഡംഗം V കാസിമും പറയുന്നു. 2 വർഷം മുമ്പാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തരൂർ MLA PP സുമോദ് അവരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ അനുവദിച്ചു തന്നത്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ടെൻഡർ നമ്മുടെ സിൽക്കി പറഞ്ഞ ഗവൺമെൻറ് ഏജൻസിയാണ്, കേരള സർക്കാരിൻ്റെ കമ്പനിയാണത് ഏറ്റെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറിഗേഷൻ പെർമിഷനും മറ്റെല്ലാം കിട്ടി. അത് വർക്ക് ഇപ്പോഴാണ് തുടങ്ങിയത്. അതിന് മുമ്പേ ടെൻഡറും എല്ലാം TSും എല്ലാം കഴിഞ്ഞ് എല്ലാ അപ്രൂവലും കഴിഞ്ഞ റോഡാണ്. അതിൽ ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഒരു വിവേചനവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല. വളരെ ക്ലിയറാണ്, സത്യസന്ധമായിട്ടാണ് എല്ലാ കാര്യം ചെയ്തത്. ഈ ഗവൺമെൻറ് ഏജൻസിയാണ് ഈ കോൺട്രാക്റ്റ് എടുത്തിരിക്കുന്നത്. ടോട്ടൽ 175 മീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത്, 3 മീറ്റർ വീതിയും. അതിൽ 10 ലക്ഷം രൂപയ്ക്ക് അവർക്ക് GSTയും മറ്റ് ചാർജുകളെല്ലാം കഴിഞ്ഞ് 133 മീറ്ററാണ് ഇതിലാകെ അവർക്ക് ചെയ്യാൻ കഴിയുള്ളൂ കോൺക്രീറ്റ്. 133 മീറ്ററിന് പകരം 141 മീറ്റർ അവർ വൃത്തിയായി ചെയ്തിട്ടുണ്ട്. ബാക്കി 39 മീറ്റർ ഉണ്ട്. അത് നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ കുടുംബയോഗം വിളിച്ചു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, പഞ്ചായത്ത് നമ്മുടെ ഭരണസമിതി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് ആ പരിസരത്തുള്ള ആളുകളെ ബോധ്യപ്പെടുത്തുകയാണ് ഇങ്ങനൊരു വിഷയമുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത പദ്ധതിയിൽ 100% നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ റോഡ് പൂർത്തിയാക്കും. ഇപ്പോൾ തൽക്കാലം ഇത് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങളൊരു വിഷയം ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞു. ആ പരിസരത്തുള്ള ആളുകൾക്ക് ആർക്കും തന്നെ ഒരു വിഷയമില്ല, ഒരു പ്രശ്നവുമില്ല. അവരെല്ലാവരും സഹകരിച്ചു. അതിലൊരു വ്യക്തി മാത്രമാണ് ഇതിനെതിരെ വല്ലാത്ത രീതിയിൽ ഒരു വിഷയം ഉണ്ടാക്കിയത്. നിലവിൽ മഴക്കാലത്ത് റോഡിൽ മഴവെള്ളവും ചെളിയും കെട്ടി വാഹനം പോകുന്ന വഴി ഗതാഗത യോഗ്യമല്ലാതായിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.